ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 32. ഏവം ബഹുവിധാ യജ്ഞാ വിദധാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ നേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. വിവർത്തനം. പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുളവായവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. ഭാവാർത്ഥം. മുൻപ് വിവരിച്ചതുപോലെ പലതരത്തിലുള്ള പ്രവർത്തകർക്ക് അനുയോജ്യമായ വിധത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനുഷ്യർ ശാരീരികാവബോധത്തിൽ മുഴുകി നിൽക്കുന്നു. ആയതിനാൽ ഈ യജ്ഞങ്ങളെല്ലാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അവയുടെയെല്ലാം അന്തിമ ലക്ഷ്യം ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണു താനും. ഇത് ഭഗവാൻ സ്വയം വ്യക്തമാക്കുന്നുണ്ട്. ശ്ലോകം 33. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപഃ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. വിവർത്തനം. ഹേ ശത്രുജ്ഞയ, ദ്രവ്യയജ്ഞത്തെക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക. ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം, ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. ഭാവാർത്ഥം. പൂർണ്ണജ്ഞാനത്തിലെത്തിച്ചേരുകയും ലൗകിക ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവസാനം അതീന്ദ്രിയ പ്രേമത്തോടെയുള്ള ഭഗവത് സേവനത്തിൽ കൃഷ്ണാവബോധത്തിൽ മുഴുകുകയുമാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശ്യം. എന്നാൽ ഈ വിവിധ യജ്ഞകർമ്മങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. കർത്താവിൻ്റെ പ്രത്യേക വിശ്വാസത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത രൂപം കൈക്കൊള്ളും. ഒരാളുടെ വിശ്വാസം അതീന്ദ്രിയ ജ്ഞാനാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അയാൾ അത്രയും ജ്ഞാനം സിദ്ധിക്കാത്ത ദ്രവ്യയജ്ഞത്തിൽ മാത്രം തത്പരനായ കർത്താവിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കണം. ജ്ഞാനം നേടാത്തവൻ്റെ യജ്ഞങ്ങൾ ഭൗതിക തലത്തിൽ തന്നെയാണ്, ആധ്യാത്മികമായി ഗുണം ചെയ്യുകയില്ല. യഥാർത്ഥ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഉച്ചകോടിയായ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. ജ്ഞാനാർജനം കൂടാതെ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ കേവലം ഭൗതിക കർമ്മങ്ങളാണ്. അതീന്ദ്രിയ ജ്ഞാനതലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ ആ കർമ്മങ്ങൾ ആധ്യാത്മിക നിലയിലായിത്തീരും. അവബോധത്തിൻ്റെ ഈ ഭിന്നഭാവങ്ങളെ മുൻനിർത്തിയാണ് യജ്ഞങ്ങളെ ചിലപ്പോൾ ഫലോദിഷ്ടമെന്ന നിലയ്ക്ക് കർമ്മകാണ്ഡമെന്നും മറ്റു ചിലപ്പോൾ ജ്ഞാനോദിഷ്ടങ്ങളെന്ന നിലയ്ക്ക് ജ്ഞാനകാണ്ഡമെന്നും വിളിച്ചു വരുന്നത്. എന്നാൽ ലക്ഷ്യം ജ്ഞാനമാകുന്നതാണ് ഉത്തമം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.